ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു മീനച്ചാറിടുന്ന വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പം മീൻ ഇങ്ങനെ സ്ക്വയർ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ടത് ഉപ്പ് മാത്രം ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ എണ്ണയ്ക്കകത്ത്. അപ്പോൾ വറുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് കുറച്ചുകൂടെ ചെറുതായിപ്പോവും. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഇതിപ്പം കേരയാട്ടോ മീൻ നമ്മൾ എടുത്തേക്കുന്നത്. എന്നിട്ട് ആ മീൻ വറുത്ത എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ കടുക് പൊട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് ആ ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്തോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ മൂപ്പിക്കണം കേട്ടോ. ഇതാണെങ്കിൽ അമ്മ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയാട്ടോ. പക്ഷേ എല്ലാവരും ഇങ്ങനെ ആയിരിക്കത്തില്ല ചിലപ്പോൾ മീനച്ചാർ ഉണ്ടാക്കുന്നത്. അത് നമ്മളിങ്ങനെ ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം കുറേ നാളിരിക്കും. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇടണം. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇടണേ. ഓൾറെഡി മീൻ വറുത്തപ്പോൾ മീനിനുള്ളൊരു ഉപ്പ് നമ്മൾ ഇട്ടിട്ടായിരിക്കും വറക്കുന്നത്. അപ്പം കുറച്ച് ഉപ്പും കൂടെ ഈ ഇഞ്ചി വെളുത്തുള്ളി അതിനൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ കണ്ടോ ഒരു ബ്രൗൺ കളറായില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു കളർ ആവുന്നിടം വരെ നമ്മളിത് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് അച്ചാർ പൊടിയാണ് കേട്ടോ. അപ്പം ഇതിനകത്തോട്ട് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അച്ചാർ പൊടിക്ക് അത്യാവശ്യം നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് മുളക് പൊടി ഒത്തിരി ഇട്ടിട്ടില്ല. എന്നിട്ട് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. അതൊന്നൊരു 2 മിനിറ്റ് ഒന്ന് പൊടികൾക്കകത്ത് കിടന്നൊന്ന് മൂക്കട്ടെ. അതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാവേ. അപ്പം ഇത് 1 കിലോ മീനാട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു സ്പൂൺ കായപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് അതിലേക്കൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ലാസ്റ്റായിട്ട് വിനീഗർ ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരു 1/2 ലിറ്ററിൻ്റെ കുപ്പിയാണ്. അപ്പോൾ അതൊരു പകുതി മുക്കാലും നമ്മൾ ആഡ് ചെയ്യും. ഇപ്പം ഇതിനകത്തോട്ട് തുള്ളി പോലും വെള്ളം ഒഴിക്കുന്നില്ല അച്ചാറിനകത്ത്. അതാകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂത്തു പോകും. അപ്പോൾ വെള്ളം ഒഴിക്കാണ്ടാട്ടോ എടുക്കുന്നത്. നമ്മൾ കുറച്ച് നാൾ ഇരിക്കും. ഇതിപ്പോൾ ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അന്നേരം എന്താ പറയുക, വിനീഗർ ഒഴിക്കുക. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ വെള്ളം കിടക്കുന്ന മാതിരി കിടക്കും. പക്ഷെ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ വറ്റി വരും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എണ്ണ മാത്രമേ അപ്പോൾ കാണത്തുള്ളൂ. മൊത്തം നന്നായിട്ട് വറ്റും, കുറുകി വരുവേ. അപ്പോൾ ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.